Hi everyone, I am Anida. Welcome to my channel. Do you want to improve the concentration of our kids? കുട്ടികളിലെ മാത്രമല്ല മുതിർന്നവരിലെയും കോൺസെൻട്രേഷൻ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ലെഗ് മസിൽ സ്ട്രോങ് ആൻഡ് സ്ട്രെയിറ്റ് ആവുന്നതിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. വൃക്ഷാസന അഥവാ ട്രീ പോസ്ചർ. വൃക്ഷാസന ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓവറോൾ ബോഡി ബാലൻസിങ്ങും സാധ്യമാകുന്നു. ഇതുകൂടാതെ ബ്രെയിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ശക്തമായ കാൽമുട്ട് വേദനയുള്ളവർ, ഹൈ BP, അതേപോലെ ഒത്തിരി ഒബീസ് ആയിട്ടുള്ള ആളുകളും വൃക്ഷാസന പരിശീലിക്കുന്നതിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. ഇനി നമുക്ക് വൃക്ഷാസന എങ്ങനെയാണ് പരിശീലിക്കുന്നതെന്ന് നോക്കാം. കാലുകൾ ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുക. വലതുകാൽ മുട്ടുമടക്കി വലതു കാൽപാദം ഇടതു തുടയിൽ പതിച്ചു വെക്കുക. കാൽവിരലുകൾ താഴോട്ടായിരിക്കണം. ബോഡി ബാലൻസ് ചെയ്ത് നിൽക്കാനായാൽ ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തി ചേർത്ത് പിടിക്കുക. സാധാരണ ശ്വാസത്തിൽ ഏതാനും സെക്കൻഡ് നിന്ന ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവരിക. വലതുകാൽ തറയിൽ വയ്ക്കുക. ഇനി ഇതുപോലെ വൃക്ഷാസനം ഇടതുകാലിൽ നിന്നുകൊണ്ടും അഭ്യസിക്കുക. വൃക്ഷാസന പൊസിഷനിൽ വന്ന ശേഷം ഫ്രണ്ടിൽ ഒരു പോയിന്റിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക. കൈമുട്ട് വളയാതെ രണ്ട് കൈകളും നന്നായി മുകളിലേക്ക് വലിഞ്ഞു നിൽക്കുക. അരക്കെട്ട് വശങ്ങളിലേക്ക് തള്ളിപ്പോകാതെ ഉറപ്പിച്ചു നിർത്തുക. 3 തവണ വീതം ഓരോ കാലിലും നിൽക്കുക. കുട്ടികളും മുതിർന്നവരും മറ്റ് യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിനോടൊപ്പം തന്നെ വൃക്ഷാസനവും നിത്യേന പരിശീലിക്കേണ്ടതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.